ഹലോ എവരി വൺ. നമുക്കിനി സയൻസിലെ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ സയൻസിൽ ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങളും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കല്ലേൻ പൊക്കുടൻ. അപ്പോൾ ഈ ചോദ്യം വന്നിട്ടുള്ളത് 9ാം ക്ലാസ് ബയോളജി ചാപ്റ്റർ 1ൽ നിന്നാണ്. കണ്ടോ, അവിടെ സൈഡിലൊരു ബോക്സിലാണ് കല്ലേൻ പൊക്കുടനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് കോണ്ടെക്സ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്? കണ്ടൽക്കാടിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടൽക്കാട് നോക്കാം, എന്നിട്ട് കല്ലേൻ പൊക്കുടനെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. എന്താണ് കണ്ടൽക്കാട്? കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. എത്രയാണ്? 43 ഇനം. നമ്മുടെ സംസ്ഥാനത്ത് 1975-ൽ 70,000 ഹെക്ടർ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ 98% നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അമൂല്യമായ സേവനങ്ങൾ ആണ് കണ്ടലുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ സേവനങ്ങൾ? മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം, ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം, പിന്നെ നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോളതാപനത്തിനെതിരെയുള്ള പ്രതിരോധം, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് സുനാമിയെ തടയൽ. ഇനി കല്ലേൻ പൊക്കുടൻ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ. 100,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം എന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു. എന്നാണ് കണ്ടൽ പൊക്കുടൻ. പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. കണ്ടലുകളെക്കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്രയായത്. അപ്പോൾ എന്തൊക്കെയാണ്? 100,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടൽ പൊക്കുടനെന്നും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, അതാണ് ആത്മകഥ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഏതാണ്? മെലാറ്റോണിനാണ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 4 ആണ്, ജീവികളിലെ രാസസംവേദനം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മസ്തിഷ്കത്തിൽ തലാമസിന് സമീപം സ്ഥിതി ചെയ്യുന്ന പീനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു. പീനിയൽ ഗ്ലാൻഡിൻ്റെ പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കൊടുത്തിട്ടുണ്ട്, ദിവസത്തിൽ 24 മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മെലാറ്റോണിൻ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതിനാൽ പീനിയൽ ഗ്രന്ഥി ജൈവ ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക് എന്നും അറിയപ്പെടുന്നു. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ഏതാണ്? ഓപ്ഷൻ സി. അത് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ചോദ്യം വന്നിട്ടുള്ളത് 10ാം ക്ലാസ് ബയോളജി ചാപ്റ്റർ 5ൽ നിന്നാണ്. ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയാണ് ഡോട്ട്സ്. അപ്പോൾ ഡോട്ട്സിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. അപ്പോൾ ഈ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കുക. പിന്നെ SCERT ബുക്കുള്ളവർ ഇത് ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് എന്ത്? ഓർഗനോയിഡ്. അപ്പോൾ ഈ ചോദ്യം വന്നിട്ടുള്ളത് 10ാം ക്ലാസ് ബയോളജി ചാപ്റ്റർ 6 എന്നാണ്. അവസാനത്തെ ചാപ്റ്ററാണ്.
ജീവശാസ്ത്രവും സാങ്കേതികവിദ്യയും. അപ്പോൾ ആ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓർഗനോയിഡുകളും 3D പ്രിൻറ്റിങ്ങും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഓർഗനോയിഡുകൾ എന്നത് ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ്. രോഗങ്ങളെപ്പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. നിലവിൽ ദാതാക്കളുടെ കുറവ്, അണുബാധ, പുതിയ അവയവം നിരസിക്കാനുള്ള ശാരീരിക പ്രവണത എന്നിവ അവയവമാറ്റ ശസ്ത്രക്രിയയിലെ വലിയ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അവയവങ്ങളുടെ 3D പ്രിൻറ്റിംഗ്. പിന്നെ നമുക്ക് ഓപ്ഷനിലുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. വിത്തുകോശം അല്ലെങ്കിൽ സ്റ്റെം സെൽ എന്താണ്? ശരീരത്തിലെ ഏത് തരം സവിശേഷ കോശങ്ങളായും മാറാൻ ശേഷിയുള്ള അടിസ്ഥാന കോശങ്ങളാണ് സ്റ്റെം സെൽസ്. ഇവക്ക് സ്വയം വിഭജിക്കാനും പുതിയ കോശങ്ങൾ നിർമ്മിക്കാനും കേടുപാടുകൾ തീർക്കാനുമുള്ള അപാര കഴിവുണ്ട്. ഇനി മൈക്രോ ഓർഗൻ എന്താണെന്ന് നോക്കാം. ലബോറട്ടറിയിൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന ചെറിയ അവയവ മാതൃകകളെയാണ് മൈക്രോ എഞ്ചിനീയർഡ് ഓർഗൻ മോഡൽസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗൻസ് എന്ന് പറയുന്നത്. ശരീരത്തിലെ യഥാർത്ഥ അവയവങ്ങളുടെ പ്രതികരണങ്ങൾ ചെറിയ തോതിൽ പഠിക്കാൻ ഇവ സഹായിക്കുന്നു. ഇനി സ്ഫിറോയിഡ് എന്താണെന്ന് നോക്കാം. ലളിതമായ കോശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാകുന്ന ഒരു 3D ഗോളാകൃതിയുള്ള കൂട്ടമാണിത്. ക്യാൻസർ ഗവേഷണങ്ങളിലും കോശങ്ങൾ തമ്മിലുള്ള സമ്പർക്കങ്ങളെ കുറിച്ച് പഠിക്കാനും ശാസ്ത്രജ്ഞർ സ്ഫിറോയിഡുകൾ ഉപയോഗിക്കുന്നു. യഥാർത്ഥ ശരീര അവയവങ്ങളുടെ സങ്കീർണമായ പാളികളോ പ്രവർത്തനങ്ങളോ ഇവയ്ക്കില്ല. അപ്പോൾ സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയ ഒരു പാരമ്പര്യ രോഗമാണ്. ഈ രോഗത്തിന് മുമ്പ് ഫലപ്രദമായ ചികിത്സ ഇല്ലായിരുന്നു. എന്നാൽ സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായും മാറുന്നതിനായുള്ള ജീൻ തെറാപ്പി ചികിത്സയ്ക്ക് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിക്കഴിഞ്ഞു. രോഗിയുടെ വിത്തുകോശങ്ങളിൽ അതായത് സ്റ്റെം സെൽസിൽ ജനിതകമാറ്റം വരുത്തി ശരീരത്തിലേക്ക് തിരികെ നിക്ഷേപിക്കുന്നതിനാൽ ഈ ചികിത്സാ രീതിയെ ജീൻ തെറാപ്പി എന്നും സ്റ്റെം സെൽ തെറാപ്പി എന്നും വിശേഷിപ്പിക്കാം. അപ്പോൾ സ്റ്റെം സെൽസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത്? ജീൻ തെറാപ്പി അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പി. SCRT-യിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമിഡിയേഷൻ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ചോദ്യം വന്നിട്ടുള്ളത് ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്നിട്ടുള്ള 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റർ 6-ൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ബയോ റെമിഡിയേഷൻ എന്താണെന്ന് നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. ഇനി ബയോടെക്നോളജി എന്താണ്? മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് ജൈവ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി. DNA-യുടെ ഘടന കണ്ടെത്തിയതോടെ ജൈവ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വേഗം കൂടി. ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു പോയിരുന്നു. ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തോ ജീവികളിൽ അഭിലഷണീയ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചിരിക്കുക. ഏതാണ് ചാപ്റ്റർ? 10ാം ക്ലാസ് ബയോളജി 6ാമത്തെ ചാപ്റ്റർ കേട്ടോ, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അടുത്ത ചോദ്യം, ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? ഏതിൻ്റെയാണ് ഭാഗ്യലക്ഷ്മി? പയറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് SCRT ഏത് ചാപ്റ്ററാണെന്ന് നോക്കാം. ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 1 വിളയിക്കാം നൂറുമേനി. അപ്പോൾ ആ ചാപ്റ്ററിലാണ് ഇങ്ങനൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സസ്യങ്ങളും സങ്കരയിന വിത്തുകളും. ഇപ്പോൾ മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ല് പവിത്ര അന്നപൂർണ, തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ട
സൽകീർത്തി, കിരൺ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, നെല്ലിൻ്റെ ഹ്രസ്വം കൂടി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയായി? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പിന്നെ പയർ, ലോല, മാളിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. തക്കാളിയിൽ മുക്തി, അക്ഷയ, അനഘ. പച്ചമുളകിൽ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വഴുതനയിൽ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. വെണ്ടയിൽ അനാമിക, അർക്ക, കിരൺ, സൽകീർത്തി. പാവൽ, പ്രിയങ്ക. അപ്പോൾ ഇത് നോക്കിയില്ലെങ്കിലും ഈ SCERT തന്നിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു പോവുക, പഠിച്ചു പോവുക. ഇനി വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ലൈക്കനുകളാണ് കേട്ടോ ആൻസർ. അപ്പോൾ ഈ ലൈക്കൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ ലൈക്കൻസ് വളരില്ല, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം വളരെ കുറവാകും. അപ്പോൾ അതാണ്. ഇനി ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് നോക്കാം. 8ാം ക്ലാസ് ബേസിക് സയൻസ് ചാപ്റ്റർ 17 വൈവിധ്യങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ലൈക്കനുകളെ പറ്റി മെൻഷൻ ചെയ്തു പോകുന്നത്. അപ്പോൾ എന്താണ് ലൈക്കൻസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ചില ആൽഗകളോ സയനോബാക്ടീരിയകളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ സയനോബാക്ടീരിയങ്ങളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ 2 ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫംഗസ് ആൽഗെ അല്ലെങ്കിൽ ഫംഗസ് സയനോബാക്ടീരിയ ചേർന്നുള്ള സഹജീവനമാണ് ലൈക്കനുകൾ. ഇവിടെ വേറൊരു പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പാപ്പുവ ന്യൂഗിനിയയിലെ ഒരു മരത്തിൻ്റെ ഉപരിതലത്തിൽ 173 ഇനം ലൈക്കനുകളെ കണ്ടെത്തി. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന, മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. ഇത് കാരണം കൊടുത്തിരിക്കുന്നത്, ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ ഫിലമെൻ്റ് വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. അത് ശരിയാണോ? പെൺപൂവിൻ്റെ തന്തുകത്തിലാണോ പരാഗരേണുക്കൾ വീഴുന്നത്? അല്ലല്ലോ, പരാഗണ സ്ഥലത്തല്ലേ. ഫിലമെൻ്റ് അല്ലെങ്കിൽ തന്തുകം എന്ന് പറയുന്നത് ആൺപൂവിൻ്റെ ഒരു സ്ട്രക്ചറാണ്, അത് പെൺപൂവിൻ്റെ അല്ല. അപ്പോൾ ഈ റീസൺ എന്നുള്ള സംഭവം തെറ്റാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ് വരിക. എ ശരിയാണ്, 6 തെറ്റാണ്. ഇനി നമുക്ക് SCERT സോഴ്സ് നോക്കാം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 4 പൂക്കാം കായ്ക്കാം എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഇവിടെ ആൺപൂവിൻ്റെ സ്ട്രക്ചേഴ്സിൽ ആണ് ഫിലമെൻ്റ് കൊടുത്തിട്ടുള്ളത്. കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം, ഫിലമെൻ്റ്, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലെ പരാഗരേണുക്കൾ, അതായത് പോളൻ ഗ്രെയിൻസ് ആണ് ഉള്ളത്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. അപ്പോൾ ഈ ഒരു സംഭവമാണ് മെയിൽ ഫ്ലവേഴ്സിൻ്റെ സ്ട്രക്ചേഴ്സ്. ഇനി ഫീമെയിൽ ഫ്ലവേഴ്സിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക? ജനിപ്പുടം, പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപ്പുടം. ജനിയിൽ പരാഗണ സ്ഥലം അല്ലെങ്കിൽ സ്റ്റിഗ്മ, ജനിതണ്ട്, സ്റ്റൈല്, അണ്ഡാശയം, ഓവറി എന്നീ ഭാഗങ്ങളുണ്ട്. അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺ ബീജകോശം കാണപ്പെടുന്നത്. അപ്പോൾ തന്തുകം എന്നുള്ളത് മെയിൽ ഫ്ലവറിൻ്റെ പാർട്ടാണ്. ഇനി പരാഗണം എന്താണ്? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. അപ്പോൾ അത് ഓർത്തിരിക്കുക, പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. അടുത്തത്, പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കൊഴലുകളുമാണ് ധമനികൾ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്.
ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ രക്തക്കുഴലുകളാണ് സിരകൾ. ആണോ? ഒറ്റനിര കോശങ്ങളാണോ? അല്ലല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകളാണ് ലോമികകൾ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ലോമികകളാണ് ഒറ്റനിര കോശങ്ങൾ. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഏതാണ്? സിരകളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എയും ഡിയും ശരിയാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. അതും ശരിയാണ്. അപ്പോൾ നമുക്ക് SCRT നോക്കാം. ഉണ്ടോ? ധമനി കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി, രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു, ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. പിന്നെ ലോമികകൾ ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി, ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഇനി സിരകൾ കട്ടി കുറഞ്ഞ ഭിത്തി, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു, വാൽവുകൾ കാണപ്പെടുന്നു, ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഇനി പോർട്ടൽ സിരകൾ എന്താണ് പോർട്ടൽ വെയിൻസ്? ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക്, അപ്പോൾ അവയവങ്ങളിൽ നിന്ന് രക്തത്തെ മറ്റവയവങ്ങളിലേക്ക് എത്തിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ അല്ലെങ്കിൽ പോർട്ടൽ വെയിൻസ്. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിലെത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ എക്സാമ്പിൾ എന്താണ്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ കേട്ടോ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഒരു മിനിറ്റ്, ഇത് മറന്നുപോയി. മുന്നത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 9ാം ക്ലാസ് ബയോളജി ചാപ്റ്റർ 2 നിന്നാണ്. അപ്പോൾ നോക്കുക. ഇനി ഈ വൈറ്റമിൻസിൻ്റെ ചാപ്റ്റർ ഏതാണ്? 6ാം ക്ലാസ് ബേസിക് സയൻസ് ചാപ്റ്റർ 1, ആഹാരത്തിലൂടെ ആരോഗ്യം. അതിലാണ് വിറ്റാമിൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസും ധാതുക്കളൊക്കെ പറ്റി പറയുന്നത്. അതിൽ വിറ്റാമിൻ ഡി എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. അപ്പോൾ ഇതിൽ പഴയ SCRTയിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം എന്നുള്ള ഭാഗം കൊടുത്തിട്ടുള്ളത്. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തി HP-യിലാണ് അല്ലെങ്കിൽ ഹോഴ്സ് പവറിലാണ് സൂചിപ്പിക്കാറുള്ളത്. ഒരു കുതിരശക്തി എത്ര വാട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് 746 വാട്ടാണ്. ഇത് 9ാം ക്ലാസ് ഫിസിക്സ് ചാപ്റ്റർ 6 പ്രവൃത്തിയും ഊർജവും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ, അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക്, അതാണ് പവർ. ജെയിംസ് വാട്ടിൻ്റെ സ്മരണാർത്ഥം പവറിൻ്റെ SI യൂണിറ്റ് വാട്ട് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ സൂചകം എന്താണ്? ക്യാപിറ്റൽ W. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലാണ് സൂചിപ്പിക്കാറുള്ളത്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ 746 വാട്ടാണ് കേട്ടോ, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? റേഡിയം ആണ് ആൻസർ വരുന്നത്. റേഡിയം. അപ്പോൾ അത് ചോദിച്ചിട്ടുള്ളത് 9ാം ക്ലാസ് കെമിസ്ട്രി ചാപ്റ്റർ 2 എന്നാണ്, പീരിയോഡിക് ടേബിളിൽ നിന്ന്. കണ്ടോ? സെക്കൻഡ് ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിൽ ഏതൊക്കെയാണ്? ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അപ്പോൾ ഇതിൽ റേഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ അറ്റോമിക് മാസ് ഉള്ളത്. ഇനി അടുത്ത ചോദ്യം, ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്തത്? സിലിക്കൺ ആണല്ലേ. ബാക്കി 3 ക്രിപ്റ്റോണും ആർഗണും നിയോണും ഇനർട്ട് ഗ്യാസ് ആണ്. അപ്പോൾ അതും ചോദിച്ചിട്ടുള്ളത്
9ാം ക്ലാസ് കെമിസ്ട്രി ചാപ്റ്റർ 2 എന്നാണ്. കണ്ടോ, 18ാം ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് എന്ത് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസസ് എന്നൊക്കെ പറയുന്നത്. ഏതൊക്കെയാണുള്ളത്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സീനോൺ, റെഡോൺ. ഇതിൽ സിലിക്കോൺ ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി സിലിക്കോൺ ആണ് ഉത്കൃഷ്ടവാദങ്ങളല്ലാത്തത്. കെലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇത് PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏതിൻ്റെയാണ്? സിങ്കിൻ്റെ ആണ് കേട്ടോ. ഇത് 10ാം ക്ലാസ് കെമിസ്ട്രി ചാപ്റ്റർ 6 ലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞു പോകുന്ന സമയത്തെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അയരുകളും ധാതുക്കളും എന്ന് പറയുന്ന വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. സിങ്ക്, കലാമിന് ഇത് മാറി മാറി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയിരുകളും നമുക്ക് നോക്കാം. അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ്, ഇരുമ്പിൻ്റെത് ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്, ടിന്ന്, കാസിഡറൈറ്റ്, ടിൻ സ്റ്റോൺ. ഇനി എക്സ്ട്രാ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോപ്പർ മാലക്കൈറ്റ്, പിന്നെ ലെഡ് ഗലേണ, സിൽവർ അർജൻറ്റൈറ്റ് അല്ലെങ്കിൽ സിൽവർ ഗ്ലാൻസ്. അപ്പോൾ അത് നോക്കി പോവുക. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ശ്രവണപരിധി എത്രയാണ്? 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ് അല്ലേ? അപ്പോൾ അതിൽ ഏതാണ് ഇൻക്ലൂഡ് ആവുക? 2000 ഹെർട്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് ഫിസിക്സ് ചാപ്റ്റർ 1 ശബ്ദതരംഗങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിൽ ശ്രവണപരിധി ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ മനുഷ്യൻ്റെ ശ്രവണപരിധി. അപ്പോൾ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദങ്ങൾക്ക് നമ്മൾ എന്താ പറയുക? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നല്ലേ. 20,000 ഹെർട്സിന് മുകളിലതിന് അൾട്രാസോണിക് എന്നും പറയും. ഇതിൽ തന്നെ കാണാം, നായ്കൾ അവർക്ക് അൾട്രാസോണിക് കേൾക്കാൻ പറ്റും, പിന്നെ പ്രാവുകൾക്ക് ഇൻഫ്രാസോണിക് കേൾക്കാൻ പറ്റും, ആനക്ക് ഇൻഫ്രാസോണിക് കേൾക്കാൻ പറ്റും, വവ്വാൽ അൾട്രാസോണിക്, പൂച്ച അൾട്രാസോണിക്, പിന്നെ ഭൂകമ്പ തരംഗങ്ങളൊക്കെ ഏതാണ്? ഇൻഫ്രാസോണിക് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി ഇതവിടെ കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ്റെ ശ്രവണപരിധി എത്രയാണ്? 20 ഹെർട്സ് ലോവർ ലിമിറ്റ്, 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് ആണ് അപ്പർ ലിമിറ്റ് വരുന്നത്. ഇനി നായകളെ പരിശീലിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? 30,000 ഹെർട്സ് ആണ് കേട്ടോ. അപ്പോൾ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റില്ല, നായകൾക്ക് കേൾക്കാൻ പറ്റും ഗാൾട്ടൺ വിസിൽ. C12, C13, C14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? അതിൽ ആൻസർ വരുന്നത് C12 ആണ് കേട്ടോ, ഓപ്ഷൻ എ. ഇത് 9ാം ക്ലാസ് കെമിസ്ട്രി ചാപ്റ്റർ 1 നിന്നാണ് എടുത്തിട്ടുള്ളത്, ആറ്റത്തിൻ്റെ ഘടന. അപ്പോൾ അത് നമുക്ക് ഐസോട്ടോപ്പ് എന്താണെന്ന് നോക്കാം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഐസോട്ടോപ്പുകൾ ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു, എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് C12, C13, C14 കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഐസോട്ടോപ്സ് ആണ്. ഇതിൽ C12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ്. കാർബണിൻ്റെ ആകെ ഐസോട്ടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് C13 ഉള്ളത്. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. C14 എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. നമ്മൾ കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതിന് യൂസ് ചെയ്യണത് C14 ആണ് കേട്ടോ. ഇനി ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്സ് ആണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്ന 3 ഇതിൽ ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ്. ഈ ഘനജലം എന്തിനാണ് യൂസ് ചെയ്യണത്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ
കൂളൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് ഏതാണ്? സ്ഥിതികോർജ്ജം അല്ലേ. സ്ഥാനം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം സ്ഥിതികോർജ്ജം, ചലനം മൂലമാണെങ്കിൽ ഗതികോർജ്ജം. അപ്പോൾ നമുക്ക് സെറ്റ് നോക്കാം. 9ാം ക്ലാസ് ഫിസിക്സ് ചാപ്റ്റർ 6 പ്രവൃത്തിയും ഊർജ്ജവും. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കൊരു ഇൻട്രോ ആയിട്ട് എന്താണ് യാന്ത്രികോർജ്ജം നോക്കാം. ഇപ്പോൾ യാന്ത്രികോർജ്ജം നോക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ആയാലും കൈനറ്റിക് എനർജി ആയാലും യാന്ത്രികോർജ്ജത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജീസ് ആണ് എന്ത്? പൊട്ടൻഷ്യലും കൈനറ്റിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. നമ്മൾ പറഞ്ഞ പോലെ യാന്ത്രികോർജ്ജത്തിന് പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്, സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം. അപ്പോൾ വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജം ഗതികോർജ്ജം. അപ്പോൾ ഇവിടെ എന്താണ് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ എന്ന് പറയുന്നത്? സ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ഒരു പൊസിഷൻ, വസ്തു എവിടെയാണോ ഉള്ളത് ആ ഒരു സ്ഥാനം. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസ്തുവിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ഈ കോണ്ടക്സ്റ്റിൽ പറയുകയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ എന്ന് പറയുക. ഏതവസ്ഥയിലാണ് ഇതുള്ളത് എന്നുള്ളത്. നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഒരു സ്പ്രിങ് കംപ്രസ് ചെയ്തിട്ടാണ്, അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലാണെങ്കിൽ അതിൽ കോൺഫിഗറേഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് വരിക. അതേപോലെ തന്നെ ഈ പോൾ വാൾട്ട് ഇങ്ങനെ സ്ട്രെച്ച് ആയിട്ട് ബെൻഡായിട്ടല്ലേ ഇരിക്കണത്, അതിലും എന്താ പറയുക കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. ഇതിന് വേറൊരു എക്സാമ്പിളാണ്, ഇപ്പോൾ നമ്മളൊരു റബ്ബർ ബാൻഡൊക്കെ എടുത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യൂലേ, അല്ലെങ്കിൽ ഒരു അമ്പും വില്ലിലും ആർച്ചറിയിലൊക്കെ അമ്പ് ഇങ്ങനെ വില്ലിൽ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യൂലേ, അതൊക്കെ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ കോൺഫിഗറേഷൻ മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ്. ഇപ്പോൾ തെങ്ങിന് മുകളിലുള്ള തേങ്ങയാണെങ്കിലോ അതിൽ സ്ഥാനം മൂലമുള്ള അതൊരു ഉയരത്തിലല്ലേ നിൽക്കുന്നത്, ആ ഒരു ഉയരത്തിലുള്ള ആ സ്ഥാനം മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് തെങ്ങിലുള്ള തേങ്ങക്കുള്ളത്. അതേപോലെ ടാങ്ക് നമ്മളെ വീട്ടിനൊക്കെ മുകളിലല്ലേ ഇരിക്കുക, അപ്പം അങ്ങനെ ആ മുകളിൽ ഇരിക്കണ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ സ്ഥാനം മൂലമുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ത്? ടാങ്കിലുള്ളത്. അപ്പോൾ അതതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് യാന്ത്രികോർജ്ജം, സ്ഥിതികോർജ്ജം. അതിൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷനാണ് mgh. ഇതിൽ m മാസ്, മറ്റേ എന്താണ് ഒബ്ജക്റ്റിൻ്റെ മാസ്, പിന്നെ g എന്ന് വെച്ചാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h ഹൈറ്റ്, ഏത് ഹൈറ്റിലാണോ അതിരിക്കുന്നത് ആ ഒരു ഹൈറ്റിൻ്റെ ഡിസ്റ്റൻസ്. ഇനി ഗതികോർജ്ജം, അതിൻ്റെ ഇക്വേഷൻ എന്താ? 12 mv². m എന്ന് വെച്ചാൽ മാസ്, v എന്താ വെലോസിറ്റി. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ഇതാണ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ആൻസർ. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജലത്തിൻ്റെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. നോർമലി എന്താ ഉണ്ടാവുക, നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് തണുപ്പിക്കുമ്പോൾ അത് ചുരുങ്ങില്ലേ, അത് കോൺട്രാക്ട് ചെയ്തിട്ട് ഡെൻസിറ്റി കൂടുകയല്ലേ ചെയ്യുക. വാട്ടറിനും അങ്ങനെയാണ്. എന്നുവെച്ചാൽ റൂം ടെമ്പറേച്ചർ നമ്മൾ തണുപ്പിച്ച് വരുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ നോർമലാണ്, നോർമൽ ബിഹേവിയർ ആണ്. എന്നുവെച്ചാൽ കോൺട്രാക്ട് ചെയ്യും, ഡെൻസിറ്റി കൂടും. പക്ഷേ 4 ഡിഗ്രി മുതൽ 0 ഡിഗ്രി വരെയുള്ള ആ ഒരു ടെമ്പറേച്ചേഴ്സിലാവുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ വാട്ടർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, അതോടൊപ്പം തന്നെ ഡെൻസിറ്റി കുറയാൻ തുടങ്ങും. അത് വാട്ടറിൻ്റെ ഒരു യൂണിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി അവിടെ പീക്കാവുക 4 ഡിഗ്രി സെൽഷ്യസിൽ ഡെൻസിറ്റി പീക്കാവും. അവിടുന്ന് അങ്ങോട്ട് താഴോട്ട് 0 ഡിഗ്രി വരെ അവിടെ ഫ്രീസിങ് പോയിൻ്റ് വരെ ഉള്ള ഒരു സമയത്ത് അത് എക്സ്പാൻഡ് ആവാൻ തുടങ്ങും, ഡെൻസിറ്റി കുറയാനും തുടങ്ങും. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഐസ് പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ താപനില വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ജലത്തിൻ്റെ സാന്ദ്രതയിൽ വ്യത്യാസം വരും. സാന്ദ്രത ഏറ്റവും അധികമാവുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്.
ഇതിൽ നിന്ന് തണുപ്പിച്ചാലും ചൂടാക്കിയാലും വ്യാപ്തം വർദ്ധിക്കും. ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രോപ്പർട്ടി കാരണമാണ്. ഇങ്ങനെ പൊങ്ങിക്കിടന്ന അടിയിലുള്ള ജലത്തെ ഐസ് ആവാതെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ വെള്ളത്തിൽ മത്സ്യങ്ങളോ മറ്റ് ജീവികളോ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഡെയിലി ലൈഫിലും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഐസ് കട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രേയിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെക്കുമല്ലോ. അപ്പോൾ അത് ഐസായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത പോലെ കാണാൻ പറ്റും. നമുക്ക് കുറച്ചൊന്ന് വോളിയം എക്സ്പാൻഡ് ചെയ്ത പോലെ. അപ്പോൾ അത് ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടോ, ഐസൊക്കെ വെക്കുമ്പോൾ. അടുത്തത്, ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഏതാണ് നാച്ചുറൽ പോളിമർ? സെല്ലുലോസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 8ാം ക്ലാസ് ബേസിക് സയൻസ് ചാപ്റ്റർ 15 നിന്നാണ്, പദാർത്ഥങ്ങളുടെ രസതന്ത്രം. അതിൽ കൊടുത്തിട്ടുണ്ട് പ്രകൃതിദത്ത പോളിമറുകൾ സെല്ലുലോസ്, സ്റ്റാർച്ച്, പിന്നെ നാച്ചുറൽ റബ്ബർ. പിന്നെ മനുഷ്യനിർമ്മിത പോളിമറുകൾ ഏതൊക്കെയാണ്? പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ. അടുത്തത്, ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനാണ് ആൻസർ, സബ്ലിമേഷൻ. അപ്പോൾ സെയിം ചാപ്റ്റർ അല്ല, സോറി, ഇത് 8ാം ക്ലാസ് ബേസിക് സയൻസ് ചാപ്റ്റർ 4 എന്നാണ് വന്നിട്ടുള്ള മാറ്റങ്ങളുടെ രസതന്ത്രം. അപ്പോൾ കർപ്പൂരം, നാഫ്തലീൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇത് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്നറിയപ്പെടുന്നു. ഇനി ദ്രവീകരണം എന്ന് പറയുമ്പോൾ കണ്ടൻസേഷനാണ്. എന്ന് വെച്ചാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലായിട്ട് മാറുന്നതാണ് ദ്രവീകരണം എന്ന് പറയുന്നത്, കണ്ടൻസേഷൻ. ബാഷ്പീകരണം, ലിക്വിഡ് എന്തായി മാറും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നതാണ് ബാഷ്പീകരണം, ഇവാപ്പറേഷൻ. ഉണ്ടോ? ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്നത് എന്താണ്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. വാതകം ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നത് കണ്ടൻസേഷൻ. ഖരം നേരിട്ട് വാതകമാവുന്നത് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. അപ്പോൾ പൊതുവേ കുഴപ്പമില്ലാത്തൊരു പേപ്പറായിരുന്നു സ്റ്റേജ് 1 10th പ്രിലിംസിൻ്റെ. അത്യാവശ്യം പഠിച്ചു പോയൊരു ആൾക്ക് ഉറപ്പായിട്ടും 80+ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പർ തന്നെ ആയിരുന്നു സ്റ്റേജ് 1. ഒരു ആവറേജ് പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് 70 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം മാത്സ് ഭയങ്കര എളുപ്പമായിരുന്നു, സയൻസും അത്യാവശ്യം എളുപ്പമായിരുന്നു, പിന്നെ ജോഗ്രഫി മാത്രമാണ് കുറച്ച് കുഴപ്പിച്ചല്ലേ. ജോഗ്രഫി NCERT ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി ഒട്ടുമിക്ക ചോദ്യങ്ങളും SCERT എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാത്സ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എന്തായാലും ഒരു 17 അല്ലേ. മാത്സ് അത്രയ്ക്കും ടഫായ ആൾക്കാർക്ക് മാത്രമേ ഒരു 15 താഴെ പോവുള്ളൂ. 15 ഉറപ്പാണ്. നല്ല അറിയുന്ന ആൾക്ക് 20-ൽ 20, അല്ലെങ്കിൽ അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് 20-ൽ 20 സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മാത്സ് പേപ്പറായിരുന്നു. സയൻസ് ആണെങ്കിലും അത് 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫുള്ളി SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതും ഒരു 18 മാർക്കൊക്കെ അത്യാവശ്യം പഠിച്ചു പോയ ആൾക്ക് എഴുതാൻ പറ്റും. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എടുത്താലും ഒരു 15 മാർക്ക് കിട്ടും. അപ്പോൾ മാത്സും സയൻസും തന്നെ 15 മാർക്ക് ഒരു ആവറേജ് ആൾക്ക് കിട്ടാനുള്ള പേപ്പറുണ്ട്. പിന്നെ വരുന്നത് ജനറൽ പേപ്പറിൽ ഒരു 40 മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും ഓൺ ആവറേജ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഒരു 70 മാർക്ക് എന്തായാലും നേടാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെ ആയിരുന്നു. നമ്മളിപ്പോൾ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് ഇങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒരു സ്റ്റേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 4 സ്റ്റേജും കഴിഞ്ഞിട്ട് അതിൽ നോർമലൈസേഷൻ എങ്ങനെയൊക്കെയാണ് വരിക എന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണ്ട നമുക്ക്. 4 സ്റ്റേജും കഴിഞ്ഞല്ലാണ്ട് നമുക്കൊരു കട്ട് ഓഫ് ശരിക്കും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഈ എക്സാമിന് എടുക്കുകയാണെങ്കിൽ ഒരു 65 to 75 റേഞ്ചിലാവും കട്ട് ഓഫ് വരിക. കമ്പനി ബോർഡിന് എന്തായാലും 70-ന് താഴേക്ക് ആവും. LDCയും സ്റ്റോർമാനൊക്കെ എന്തായാലും 70-ന് മുകളിലാവും. ഓൾമോസ്റ്റ് 75-ന് മുകളിലാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഈ പേപ്പർ മാത്രം എടുക്കുകയാണെങ്കിൽ.
കാരണം വേക്കൻസി അത്രേ ഉള്ളൂ. കമ്പനി ബോർഡ് എന്തായാലും 70 താഴെയാവും. അപ്പോൾ ഒരു 60 ഒരു 60 മുകളിലുള്ളവർ എന്തായാലും മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ. നോർമലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 60 മുകളിലുള്ളവർ എന്തായാലും പ്രിപ്പറേഷൻ തുടങ്ങിക്കോ. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.